Dear students, the pair of linear equation in two variables in the chapter multiple choice questions. The question, the pair of equations 6x minus 3y plus 10 equal to 0, 2x minus y plus 9 equal to 0 have one solution, two solutions, many solution, no solution. നമുക്കറിയാം ഇതിന്റെ കണ്ടീഷൻ a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ആണെങ്കിൽ യൂണിക് സൊല്യൂഷൻ, അതായത് ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. a1 by a2 ഈക്വൽ ടു b1 by b2 ഈക്വൽ ടു c1 by c2 ആണെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. a1 by a2 ഈക്വൽ ടു b1 by b2 നോട്ട് ഈക്വൽ ടു c1 by c2 ആണെങ്കിൽ നോ സൊല്യൂഷൻ, അതായത് ഗ്രാഫ് നമുക്ക് പാരലൽ ആയിട്ടാണ് കിട്ടുക. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം a1 by a2 നോക്കാം. a1 by a2 എന്ന് പറയുന്നത് 6 by 2 എന്ന് പറഞ്ഞാൽ 3 ആണ് കിട്ടുന്നത്. b1 by b2 എന്ന് പറയുന്നത് ഇവിടെ -3 by -1 അതും 3 ആണ് കിട്ടുന്നത്. ഇനി c1 by c2 നോക്കുക. c1 by c2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 by 9 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ a1 by a2 ഈക്വൽ ടു b1 by b2 നോട്ട് ഈക്വൽ ടു c1 by c2 ആണ്. അപ്പോൾ നമുക്ക് നോ സൊല്യൂഷൻ, പാരലൽ ലൈൻസ് ആയിരിക്കും, നോ സൊല്യൂഷൻ ആണ് ഉണ്ടാവുക. അടുത്തത് if x is equal to a, y equal to b is the solution of the equation x minus y equal to 2 and x plus y equal to 4. Then the values of a and b are respectively. ഇവിടെ നമുക്കിത് സോൾവ് ചെയ്ത് എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടും. അതായത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4 എന്നാണ് ഉള്ളത്. ആ ഇക്വേഷൻ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലായിരിക്കും വേഗം അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുക. ഇക്വേഷൻ രണ്ടും ആഡ് ചെയ്യുമ്പോൾ വൈ എലിമിനേറ്റ് ആയി പോയിട്ട് എക്സ് പ്ലസ് എക്സ് 2x ഇസ് ഈക്വൽ ടു 6, എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 3 വരുന്ന രണ്ട് സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക. എക്സ് നമുക്ക് 3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 3 ഇവിടെ 2 ആണല്ലോ. 3 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആയിരിക്കും. പിന്നെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്ത് നോക്കണമെന്നില്ല. MCQ ക്വസ്റ്റ്യൻ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇവിടെ കണ്ടില്ലേ എക്സ് 3 പ്ലസ് 1 ആണ് നമുക്ക് 4 കിട്ടുക. അപ്പൊ എക്സ് 3 കിട്ടിക്കഴിഞ്ഞാൽ y 1. അപ്പൊ അതിന്റെ ചോയ്സ് നോക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് ആൻസർ പറയാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, if ax plus by equal to a square minus b square and bx plus ay equal to 0, then the value of x plus y ആണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ax plus by equal to a square minus b square, bx plus ay equal to 0. ഇവിടെ നമുക്ക് എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം രണ്ട് ഇക്വേഷനും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? bx is equal to minus ay, x is equal to minus a by by. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഫസ്റ്റ് ഇക്വേഷൻ എക്സിന്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് a by b ഇൻറ്റു y പ്ലസ് by ഈക്വൽ ടു a സ്ക്വയർ മൈനസ് b സ്ക്വയർ. അപ്പോൾ ഇവിടെ LCM, അതായത് ഇവിടെ b ഇല്ല. അപ്പോൾ ഇതിന് ഡിനോമിനേറ്ററിൽ b ഉള്ളതുകൊണ്ട് ഇതിനെ ക്രോസ് ചെയ്യുക. ഡിവൈഡ് ബൈ, അതായത് മൈനസ് a ഇൻറ്റു a എന്ന് പറയുന്നത് a സ്ക്വയർ y പ്ലസ് ഈ b ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ b സ്ക്വയർ y ഡിവൈഡ് ബൈ ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് കിട്ടുക. അപ്പോൾ ഇതിൽ നമുക്ക് y കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഈ ബി ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ y ഈക്വൽ ടു ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ഉണ്ടാവുക. ഇവിടെ ഈ മൈനസിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ, അതായത് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ ഈ മൈനസിനെ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഇത് മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അതിൽ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? വൈ ബി എന്ന് കിട്ടി. വൈ ബി കിട്ടിക്കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് മൈനസ് എ ബൈ ബി ഇൻറ്റു ബി. അവിടെ ബി ബി ക്യാൻസൽ ആയി. അപ്പൊ എക്സ് എന്താണ്? മൈനസ് എ. സോറി, ഇവിടെ മൈനസ് ബി ആണ്. y ഈക്വൽ ടു, അതായത് മൈനസ് സൈൻ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ y മൈനസ് ബി ആണ്. y മൈനസ് ബി ആവുമ്പോൾ മൈനസ് ഓഫ് മൈനസ് അവിടെ പ്ലസ് എക്സ് പ്ലസ് എ ആണ് വരുന്നത്. എക്സ് പ്ലസ് എയും y മൈനസ് ബി ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? പോസിറ്റീവ് എ, y മൈനസ് ബി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ്, എ മൈനസ് ബി ആണ് വരുന്നത്. അടുത്തത്, if a pair of linear equations is consistent, then the lines will be always coincident, parallel, always intersecting or coincident.
നമുക്കറിയാം കൺസിസ്റ്റന്റ് സൊല്യൂഷൻ എപ്പോഴൊക്കെ കിട്ടുന്നത്, ഇന്റർസെക്റ്റിംഗ് ആയാലും കൺസിസ്റ്റന്റ് സൊല്യൂഷൻ ആണ് കിട്ടുക, അതുപോലെ കോയിൻസിഡന്റ് ആണെങ്കിലും കൺസിസ്റ്റന്റ് സൊല്യൂഷൻ ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ഓൾവേസ് കോയിൻസിഡന്റ് എന്നും പറയാൻ കഴിയില്ല, ഓൾവേസ് ഇന്റർസെക്റ്റിംഗ് എന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഏതാണ് ഒരു ഇന്റർസെക്റ്റിംഗ് ഓർ കോയിൻസിഡന്റ് ആണ്. അപ്പൊ ഇതായി അതിന്റെ ആൻസർ. For what value of k do the equations 2x minus 3y plus 10 equal to 0 and 3x plus ky plus 15 equal to 0 represent coincident lines? ഇവിടെ കോൺസിഡന്റ് ലൈൻസ് ആണ്. കോൺസിഡന്റ് ലൈൻസ് ആണെങ്കിൽ കെന് എന്ത് വാല്യൂ ആണ് വരിക എന്നുള്ളത്. കോൺസിഡന്റ് ലൈൻസ് നമുക്കറിയാം a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2 ആണ്. അപ്പോൾ 2/3 ഈക്വൽ ടു ഇവിടെ -3/k ഈക്വൽ ടു 10/15 ഇങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്താണ് കിട്ടേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കെ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് ഇതിന് രണ്ടിനും ഈക്വൽ ആയിട്ട് എടുത്താൽ മതി. -3/k ഈക്വൽ ടു 10/15. അപ്പോൾ 10k ഈക്വൽ ടു -3 × 15, k ഈക്വൽ ടു -3 × 15 ഡിവൈഡ് ബൈ 10. ഇതിൽ നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2, ഇവിടെ 3. അപ്പോൾ -9/2. Kയുടെ വാല്യൂ -9/2. The value of k for which the system of equations x plus k plus 1 into y equal to 5 and k plus 1 into x plus 9y equal to 8k minus 1 has infinitely many solution ആണ്. infinitely many solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1/a2 equal to b1/b2 equal to c1/c2 ആണ്. അവിടെ a1 എന്ന് പറയുന്നത് 1, a2 എന്ന് പറയുന്നത് k plus 1 ആണ്. അതുപോലെ b1 എന്ന് പറയുന്നത് k plus 1 ആണ്, b2 എന്ന് പറയുന്നത് 9 ഈക്വൽ ടു 5/8k minus 1 ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കെയുടെ വാല്യൂ ആണ് കിട്ടേണ്ടത്. ഇത് രണ്ടെണ്ണം നമുക്ക് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഈക്വൽ ടു ഇത്, ഇത് ഈക്വൽ ടു ഇത്, ഇത് ഈക്വൽ ടു ഇത് എങ്ങനെ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് ആദ്യത്തെ രണ്ട് ഈക്വൽ ആക്കാം. k plus 1 ഈക്വൽ ടു k plus 1/9. അപ്പോൾ എന്താണ് കിട്ടുക? k plus 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9. അപ്പോൾ k plus 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ k സ്ക്വയർ പ്ലസ് 2k plus 1. ഈ 9 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -9 ഈക്വൽ ടു 0. k സ്ക്വയർ പ്ലസ് 2k minus 8 ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. ഇവിടെ അതായത് 4 × -2 ആണ് വരിക. 4 × -2 എന്ന് പറഞ്ഞാൽ -8. 4 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് 4ന്ന് 2 പോയി കഴിഞ്ഞാൽ 2k. അപ്പോൾ k സ്ക്വയർ പ്ലസ് 4k minus 2k minus 8 ഈക്വൽ ടു 0. അപ്പോൾ k × k പ്ലസ് 4 × -2 × k പ്ലസ് 4 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് ഫാക്ടേഴ്സ് വരുന്നത് k -2ഉം k പ്ലസ് 4ഉം ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം k -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k ഈക്വൽ ടു 2, k -4 ആണ്. -4 ഇല്ല, അപ്പോൾ k ഈക്വൽ ടു 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്തത് the pair of equations x is equal to a and y equal to b graphically represents lines which are parallel intersecting at b, a coincident intersecting at a, b. അപ്പോൾ ഇതിൽ നമുക്കറിയാം കോയിൻസിഡന്റ് എന്തായാലും വരില്ല, അതുപോലെ പാരലലും വരില്ല. കാരണം x is equal to aയും y equal to bയും ആണ്. സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇന്റർസെക്റ്റിംഗ് ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ x is equal to aയും y equal to bയും ആയതുകൊണ്ട് a ബി എന്ന പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുക. എപ്പോഴും എഴുതുമ്പോൾ എക്സ് വൈ നമ്മൾ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ എക്സ് വൈ എന്നുള്ളതാണ് എഴുതുക. അപ്പോൾ എക്സ് എ ആണ്, വൈ ബി ആണ്. അപ്പോൾ ഇന്റർസെക്റ്റിംഗ് ആയിട്ട് എ, ബി. In the equation x plus 2y equal to 10, the value of y is 6, then the value of x എന്താണെന്നുള്ളത് നമുക്കറിയാം. എക്സ് പ്ലസ് 2 × y, വൈൻ്റെ പ്ലേസിൽ നമ്മൾ 6 കൊടുക്കുന്നു ഈക്വൽ ടു 10. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 10 - 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2. എക്സിൻ്റെ വാല്യൂ അതായത് എക്സ് -2 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. The father's age is 6 times his son's age. 4 years hence, the age of father will be 4 times his son's age. The present ages in years of the son and father. ഫാദറിൻ്റെയും സണ്ണിൻ്റെയും പ്രസന്റ് ഏജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് കണ്ടീഷൻ എന്താ? ഫാദേഴ്സ് ഏജ് 6 times his son's age ആണ്. നമ്മൾ ഫാദറിൻ്റെ ഏജ് എക്സ് ആയിട്ട് എടുക്കാം, സണ്ണിൻ്റെ ഏജ് വൈ ആയിട്ട് എടുക്കുക. അപ്പോൾ ഫാദറിൻ്റെ ഏജ് എന്ന് പറയുന്നത് 6 times സൺസ് ഏജ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 6y. അടുത്തത് 4 years hence. 4 years hence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെ വയസ്സും എന്താവും? എക്സ് പ്ലസ് 4ഉം സണ്ണിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് y പ്ലസ് 4y. 4 years hence the age of father will be, age of father എക്സ് പ്ലസ് 4 ആണ്. അത് will be 4 times സണ്ണിൻ്റെ ഏജിന് ഈക്വൽ ആണ്. അപ്പോൾ
ഇവിടെ അത്രയും ഓർമ്മിക്കുന്നുണ്ട്. ആദ്യം പറയുന്നത് ഫാദറിന്റെ ഏജ് 6 times സൺസ് ഏജ് ആണ്. ഫാദറിന്റെ ഏജ് എക്സ്, സണ്ണിന്റെ ഏജ് വൈ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 6y. അടുത്തത് 4 years കഴിയുമ്പോൾ, രണ്ടുപേരുടെ വയസ്സും 4 years കഴിയുമ്പോൾ 4 കൂടും. അപ്പോൾ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 4 times സൺ ഏജ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് 4 ഈക്വൽ ടു 4y പ്ലസ് 4 ആണ്. ഇവിടെ 4 ക്യാൻസലായി. x is equal to x plus 4 equal to 4 16, 4y plus 16, x minus 4y equal to ഇവിടെ 12 എന്ന് വരും. അതായത് ഈ 4 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 16 minus 4 എന്ന് പറയുന്നത് 12. x minus 4y equal to 12. x is equal to 6y ആണ്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6y minus 4y equal to 12, 2y equal to 12. അപ്പോൾ y എന്ന് പറയുന്നത് 6. y 6 കിട്ടിക്കഴിഞ്ഞാൽ, y എന്ന് പറയുന്നത് എന്താണ്? സണ്ണിൻ്റെ ഏജ് ആണ്. y 6 കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് ആൻസർ എന്നുള്ളത് നമുക്കറിയാം. ഒന്നും കൂടി ശരിയാണോ നോക്കാം. x is equal to 6 into 6 36. അങ്ങനെ കണ്ടുപിടിക്കാം. കണ്ടീഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാം. അടുത്തത്, അരുണ ഹാസ് ഓൺലി ₹1 and ₹2 coins with her. If the total number of coins that she has is 50 and the amount of money with her is ₹75, then the number of 1 rupee and 2 rupee coins ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മുടെ 1 rupee coin x ആണെന്ന് വിചാരിക്കുക, 2 rupee coin y ആണ്. അപ്പോൾ ഒന്ന് എക്സും ഒന്ന് വൈ. ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് ആണ് അവിടെ നമുക്ക് 50 എന്ന് തന്നിട്ടുള്ളത്. അതായത് 1 rupee കോയിൻ എക്സും 2 rupee കോയിൻ വൈയും ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ എത്രയാണ്? 50 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് ദ എമൗണ്ട് ഓഫ് മണി വിത്ത് ഹെർ. അപ്പോൾ എമൗണ്ട് ഓഫ് മണി എന്ന് പറയുമ്പോൾ 1 rupee കോയിനെയാണ് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുള്ളത്? 1 rupee കോയിൻ ആണ് എക്സ്, 2 rupee കോയിൻ ആണ് വൈ. അപ്പോൾ 1 rupee കോയിൻ എന്നുള്ളത് 1 into x തന്നെ. 2 rupee കോയിൻ എന്ന് പറയുമ്പോൾ 2y. അതാണ് നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 75. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇങ്ങനെ 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2ൽ നമുക്ക് എക്സ് ഉണ്ട്. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും എളുപ്പം. അപ്പോൾ എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ എക്സ് എലിമിനേറ്റ് ആയി. 2 ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യുകയാണ്. -y ഈക്വൽ ടു -25. അപ്പോൾ y ഈക്വൽ ടു 25. y 25 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ആണ് 50. y 25 ആണെങ്കിൽ എക്സും 25 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 25. 1 rupee കോയിനും 25 ആണ്, 2 rupee കോയിനും 25 ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.